عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹ്. ഇന്ന് ചില പള്ളി മെമ്പറുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടേക്കാം. അസ്സലാമു അലൈക യാ ഷഹ്റു റമളാൻ. ഓ റമളാൻ മാസമേ, നിനക്ക് അഭിവാദ്യം, നിനക്ക് വിടാം. ഇതങ്ങ് കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സുകളിൽ എന്തെന്നില്ലാത്ത ഒരു പ്രകമ്പനം, ഒരു വേദന. അങ്ങനെയാണല്ലോ വിശ്വാസി ഹൃദയങ്ങൾ. പ്രമാണങ്ങളിൽ നമുക്ക് വായിക്കാം, റമളാന്റെ വേർപാടങ്ങ് അടുക്കുമ്പോൾ ബഖത്തിസ്സമാവാതു വൽ അർദ്, ആകാശ ഭൂമിക്ക് കരച്ചിലാണത്രേ, ദുഃഖമാണത്രേ. അവരുടെ ദുഃഖത്തിന്റെ കാരണവും ഗ്രന്ഥങ്ങളിൽ കാണുന്നത് മുസീബത്തിന്റെ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് വന്നു ചേരുന്ന ഒരു നഷ്ടം ഓർത്തുകൊണ്ടാണ്. എന്താണ് നഷ്ടം? റമളാൻ ദിനങ്ങളായിരുന്നു, നിമിഷങ്ങളായിരുന്നുവെങ്കിൽ ഇബാദത്ത് താഅത്തിനൊക്കെ കിട്ടുന്ന ഇരട്ടി ഇരട്ടി പ്രതിഫലം, ഒരുപാട് സമ്പന്നമായ സന്ദർഭങ്ങൾ, അത് ഈ സമൂഹത്തിന് നഷ്ടപ്പെടുകയാണല്ലോ എന്ന വേദന ആകാശഭൂമിക്കുണ്ടെങ്കിൽ ചിന്താശക്തിയുള്ള ഹൃദയങ്ങളുള്ള മനുഷ്യ വിഭാഗത്തിന്റെ വിശ്വാസ ഹൃദയങ്ങളിൽ പിന്നെ ഈ വേദന എത്ര വലുതായിരിക്കണം? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ മനസ്സിനോട് ഒന്ന് ചോദിക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ നോമ്പ് എടുക്കുകയാണെങ്കിൽ കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നും നിന്റെ കാതുകളും കണ്ണുകളും നാവും നോമ്പെടുക്കേണ്ടതാണ്. അയൽവാസികളെ ഉപദ്രവിക്കരുത്, ക്ഷമയും അച്ചടക്കവും നിനക്കുണ്ടാകണം. അതെ, നോമ്പ് ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാകരുത്. ഖുർആന്റെ സന്ദേശമൊക്കെ ഉണ്ടല്ലോ, തഖ്വയ്ക്ക് വേണ്ടിയാണ് ഒക്കെ എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ റമളാന്റെ കഴിഞ്ഞ ഇത്രയും ദിനങ്ങളിൽ ഈ ഒരു മഹിതമായ സന്ദേശം നാം ഉൾക്കൊണ്ട് ഈ ഒരു മഹത്തായ സംസ്കാരത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സംസ്കരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഈ ഒരു വേർപാടിന്റെ നിമിഷത്തിൽ ഒരു വേള ഒന്ന് ചിന്തിക്കണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എത്ര സൗഭാഗ്യന്മാർ, വ്രതാനുഷ്ഠാനികൾ, മഹാഭാഗ്യവന്മാരല്ലേ? വെറുതെയാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കിയിരിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നിങ്ങൾ മുമ്പ് ചെയ്ത സൽപ്രവർത്തികൾ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നന്നായി ഭക്ഷിക്കുകയും നിങ്ങൾ കുടിക്കുകയും ഒക്കെ. അതെ, സ്വർഗീയ പാനീയങ്ങളും ഭക്ഷണവും ഒക്കെയാണ് പ്രതിപാദ്യമെങ്കിൽ അള്ളാഹു ഈ അഭിവാദ്യം നൽകുന്നതിൽ നാം ചെയ്ത ഇബാദത്തുകളൊക്കെ പെടും. പ്രത്യേകിച്ച് വിശുദ്ധ നിമിഷങ്ങളിലൊക്കെ ഈ റമദാൻ മാസത്തിലുമൊക്കെ നാം എടുത്ത നോമ്പുകൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ മനോഹരമായി അവതരിപ്പിക്കുകയാണ്. അതിലുള്ള ചുവന്ന മാണിക്യങ്ങളും കൊട്ടാരങ്ങളും അതിൻ്റെ അങ്ങുമിങ്ങുമുള്ള വിദൂരമായ ആ പരിപാലനമായ സ്ഥലത്തിന്റെ വിശാലതയും ഒക്കെ ഇങ്ങനെ ധാരാളം വർണ്ണനകൾ നടത്തി പറയുന്നുണ്ട്. ഹാദിഹിൽ ജന്ന, ഈ സ്വർഗം, സായിബുഹാ യുൻഅം വലാ യയഅസ് വയഖ്ലുദ്, ഇതിന്റെ ആള് വലിയ അനുഗ്രഹീതനാണ്, അവനക്ക് ഒരിക്കലും നിരാശയില്ല, അവിടെ ശാശ്വതമാണ്, പിന്നെ അവിടെ മരണമില്ല, നാശമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂട്ടിച്ചേർക്കുകയാണ്. തിൽക ജിനാനുൻ, ഈ സ്വർഗ ആരാമം, ബുനിയത് ലിമൻ സ്വാമ ശഹ്റ റമളാൻ, റമളാൻ മാസത്തിൽ വ്രതമെടുത്തവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. യബ്ഹല്ലാഹു ലിഅഹ്ലിഹാ യൗമൽ ഫിത്ർ, അതേ ഫിത്റിന്റെ ദിവസം അള്ളാഹു ഇതിന്റെ അഹ്ലുകാർക്ക് ഈ സ്വർഗം നൽകും. പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ദുആ ചെയ്യുകയാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. കാരണം നമ്മുടെ കർമ്മങ്ങളെല്ലാം പടച്ച തമ്പുരാൻ സ്വീകരിക്കണം. ആ സ്വീകരിക്കുമ്പോൾ എത്രമാത്രം സ്വീകാര്യത നമുക്ക് വന്നു ചേരും എന്നതൊക്കെ വളരെ ഉൾഭയത്തോടെ തന്നെ ചിന്തിക്കുകയും നോക്കുകയും കാണുകയും ചെയ്യേണ്ടതാണ്.
പ്രിയപ്പെട്ടവരെ നാം നോമ്പെടുത്തു, രാത്രി നിസ്കരിച്ചു, ധാരാളം ഖുർആൻ പാരായണം ചെയ്തു. ദാനധർമ്മങ്ങളാണെങ്കിലോ അതിന്റെ എണ്ണവും വലിപ്പവും വളരെ വിശാലമാണ്. പ്രത്യേകിച്ച് കൂട്ടുകുടുംബങ്ങളുമായി ബന്ധങ്ങൾ ചേർത്ത് ഒരുപാട് നന്മകളൊക്കെ ചെയ്ത് ഇതാ വിശുദ്ധ റമളാൻ നമ്മോട് യാത്ര പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ടാകണം. പടച്ചവനെ, ഇത് സ്വീകരിക്കണേ, റമളാന്റെ ഉത്തഖായിലും മുമനായിലും ഒക്കെ ഞങ്ങളെ പെടുത്തണമേ എന്ന പ്രാർത്ഥനയും റമളാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ സൗഭാഗ്യം തരണമേ എന്ന ദീർഘായുസ്സിനുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മിൽ നിന്ന് ഉണ്ടാവട്ടെ. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇതാ ഈദുൽ ഫിത്തറിലേക്ക് കടക്കുകയാണ്. 2 പെരുന്നാൾ ദിനങ്ങളാണല്ലോ. സല്ലല്ലാഹു റിപ്പോർട്ട് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അപ്പോൾ വലഹും യൗമാനി, അവിടെ 2 ദിനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. യലഅബൂന ഫീഹിമ, കളി വിനോദങ്ങളുടെ 2 ദിനങ്ങൾ. നബി തങ്ങൾ ഫഖാൽ ചോദിച്ചു, മഹാദാനി യൗമാൻ, എന്താണ് ഈ 2 ദിവസം? ഖാലു, അവിടുത്തെ ആളുകൾ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമ, ഇതിൽ ഞങ്ങൾ ആനന്ദിക്കുന്ന ദിവസങ്ങളാണ്, ഫിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലഘട്ടത്തിൽ. അപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമാ ഖൈറൻ മിൻഹുമാ, ഈ 2 ദിനങ്ങൾക്ക് പകരമായി മറ്റു 2 സവിശേഷമായ ദിനങ്ങൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായി നൽകിയിരിക്കുകയാണ്. അതായത് യൗമുൽ അദ്ഹ, ബലി പെരുന്നാൾ ദിനം, യൗമുൽ ഫിത്ർ, ചെറു പെരുന്നാൾ ദിനം. ഇപ്പോൾ നാം ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടി റമദാൻ അവസാനിക്കുകയാണല്ലോ. അപ്പോൾ റമദാൻ അവസാനിച്ച് ഇത്രയും ദിവസം നാം പകൽ സമയത്തൊക്കെ ഭക്ഷണപാനീയങ്ങളൊക്കെ മാറ്റിവെച്ച് റബ്ബിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു. ഇനി പെരുന്നാളിൻ്റെ അന്ന് കൂടുതൽ നാം സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, കുടുംബങ്ങളുമായി ഒത്തുചേരുകയാണ്, കൂട്ടുബന്ധങ്ങളുമായി സഹകാരികളുമായി സൗഹൃദങ്ങൾ പുതുക്കുകയാണ്. അതെ, പാവപ്പെട്ടവന്റെ ഒരു അവകാശം അവിടെയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. ഈ റമദാനിന്റെ വ്രതത്തിന്റെയൊക്കെ പൂർത്തീകരണം, അതിന്റെ സമാപനം പെരുന്നാളിനോടെന്ന് വെച്ചാൽ ഫിത്തർ സക്കാത്ത്, അത് വളരെ നിർബന്ധം തന്നെയാണ്. ഓരോരുത്തരും അവരുടെ ശരീരത്തിന്റെ സക്കാത്താണ്, അത് കൊടുക്കണം. കുടുംബനാഥന്മാർ അവരെ ആശ്രത്തിൽ കഴിയുന്നവരുടെയൊക്കെ സക്കാത്ത് അവർ കൊടുക്കണം. ഒരാൾക്ക് ഏറ്റവും 4 മുദ്ദാണ് ഫിഖഹിന്റെ കിതാബിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞത്. അഥവാ നമ്മുടെ നാട്ടിലെ കണക്കെടുക്കുകയാണെങ്കിൽ ലിറ്റർ പ്രകാരം 3200 ഒക്കെ വന്നേക്കാം, 2.5 കിലോയുടെ അടുത്ത് 2400 ഒക്കെ വന്നേക്കാം. ഏതായാലും അത് നമ്മുടെ നോമ്പിന്റെ ഒരു ശുദ്ധീകരണവും കൂടിയാണ് എന്നാണ് മഹത്തുക്കളൊക്കെ പറഞ്ഞത്. ഫത്ഹുൽ മീൻ എന്ന കിതാബിലും അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ സക്കാത്തുൽ ഫിത്ർ, കാല വക്കീർ റളിയല്ലാഹു അൻഹു പറയാണ്, സക്കാത്തുൽ ഫിത്ർ റമളാൻ മാസത്തിന്റെ അവസാനം വന്ന ഈ ഫിത്ർ സക്കാത്ത് കസജതി സഹ്വി ലിസ്വലാത്തി, നിസ്കാരത്തിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്ന പോലെയാണ് ചില ഘട്ടങ്ങളിൽ. അതായത് തജ്ബുറു നഖ്സ സൗം, ഈ സക്കാത്തുൽ ഫിത്ർ നോമ്പിൽ വന്നു ചേർന്ന ന്യൂനതകൾ പരിഹരിക്കും. ഇതുപോലെ കമാ യജ്ബുറു സുജൂദ് നഖ്സ സ്വലാത്തി, സഹ്വിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നത് പോലെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നടപ്പാക്കിയത് ഹദീസിന്റെ കിതാബിലൊക്കെ കാണാം. ഇത് നോമ്പിന്റെ ശുദ്ധീകരണം, ഒപ്പം പാവങ്ങൾക്കുള്ള, സാധുക്കൾക്കുള്ള, വിഷമിക്കുന്നവർക്കുള്ള ഒരു ഭക്ഷ്യദാനവുമായി കൊണ്ട് ആണ് ഫിത്ർ സക്കാത്ത് നാം കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ആരും വീഴ്ച വരുത്തരുത് എന്ന് ഇവിടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക. നാം നമ്മുടെ പെരുന്നാളിനെ സ്വീകരിക്കുന്നത് തക്ബീറോട് കൂടിയാണ്, അല്ലേ? പെരുന്നാൾ ചൊവ്വാലങ്ങ് ആയിക്കഴിഞ്ഞാൽ, റമദാൻ അവസാനം കഴിഞ്ഞാൽ സന്ധ്യ മുതൽ പെരുന്നാൾ നിസ്കാരം വരെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സയ്യിനു അഅയാദകും ബിതക്ബീർ, പെരുന്നാളുകളെ നിങ്ങൾ തക്ബീർ കൊണ്ട് അലങ്കരിക്കണം, ഭംഗിയാക്കണം, പ്രൗഢമാക്കണം. പെരുന്നാളാണല്ലോ, ഒന്ന് അടിപൊളിച്ചേക്കാം, അടിപൊളിയായി എന്തും കാണിച്ചേക്കാം എന്നല്ല. എന്നിട്ട് വിനോദങ്ങളാകാം, സന്തോഷങ്ങളാകാം, അതിന് ഇസ്ലാം വിരോധമല്ല. പക്ഷേ അള്ളാഹു വിലക്കിയ, മതം നിരോധിച്ച യാതൊരുവിധ വൃത്തികെട്ട വൃത്തിഹീനമായ അലങ്കോലങ്ങളിൽ പെടാതെയുള്ള നല്ല വിനോദങ്ങൾ ഒക്കെ ആകാം. അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹുവാണ് വലിയവൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, റബ്ബക ഫകബ്ബിർ, നിന്റെ രക്ഷിതാവിനെ നീ ഉത്തമനായി വലുതായി
പ്രഖ്യാപിക്കണം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ബോധവും തഖ്വയും പെരുന്നാൾ ദിനത്തിലും കൈവിടാൻ പാടില്ല. അപ്പം പെരുന്നാൾ നിസ്കാരമുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീകൾ അവരുടെ വീടുകളിലാകട്ടെ, പുരുഷന്മാർക്ക് പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കുക. ആ നിസ്കാരം വരെയുള്ള തക്ബീറുകളിലും ഒക്കെ ശ്രദ്ധിക്കുക. ഫിത്ർ സക്കാത്ത് തലേദിവസം രാത്രി, റമദാൻ അവസാനിച്ച രാത്രി മുതൽ കൊടുക്കാം. അതേസമയത്ത് നിസ്കാരത്തിന്റെ മുമ്പാണെങ്കിൽ ഉത്തമമാണെന്ന് ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുകയാണ്. അതിന്റെ പരമായ സമയം നോക്കി നിർവഹിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പെരുന്നാൾ സന്തോഷം എല്ലാവർക്കും നൽകണം. ചരിത്രത്തിലൊക്കെ നാം വായിച്ചില്ലേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെരുന്നാൾ ദിവസം പുറപ്പെടുമ്പോൾ കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കണ്ടു അല്ലേ. ഒരു കുട്ടി അവിടെ അല്പം ദുഃഖത്തിൽ നിൽക്കുക. മോനെ, മാലക്ക തബുക്കി വലാത്ത അബു മാസ്ബിയാൻ, എന്താ നിന്റെ ദുഃഖം? മറ്റു കുട്ടികളോടൊപ്പം കളിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്താ, എൻ്റെ വാപ്പ ഏതൊരു യുദ്ധത്തിൽ മരണപ്പെട്ടുപോയി. എൻ്റെ ജീവിതമൊക്കെ വളരെ വിഷമകരം തന്നെയാണ്. ഭക്ഷണം വസ്ത്രമൊക്കെ വളരെ സാഹസം തന്നെ. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നു. ഫഹദ റസൂൽ സല്ലല്ലാഹു അലൈഹി ബിഹാദ സബി വഖാല ലഹു, മോനെ നീ എന്തിനു വിഷമിക്കണം? അമാതല്ലാ അൻ തകൂന ലക അബ അൻ അകൂന ലക അബ, ഞാൻ മോന്റെ വാപ്പയാകാൻ മോന്റെ സന്തോഷമല്ലേ? ഫാത്തിമ മോന്റെ സഹോദരിയാകാൻ, അലി മോന്റെ കുടുംബ ബന്ധുവാകാൻ, അപ്പയാകാൻ, വൽ ഹസൻ വൽ ഹുസൈൻ അഖ്വൈൻ, ഹസൻ ഹുസൈൻ എന്റെ സഹോദരങ്ങളാകാൻ. ഈ സമയത്താണ് കുട്ടിക്ക് മനസ്സിലായത് ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ കുട്ടി ചോദിച്ചു, എന്താ പിന്നെ എനിക്ക് സന്തോഷം തന്നെയല്ലേ ഉള്ളത്, എന്താ സംശയം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ കാണാം, ഫഹദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈതിഹി, വീട്ടിലേക്ക് കൊണ്ടുപോയി സൗബൻ വസ്ത്രങ്ങൾ അണിയിച്ചു, നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. ആ കുട്ടിക്ക് നല്ല സന്തോഷമായി. ചരിത്രത്തിൽ കാണുന്നു, ഫഖറജ സബിയുല്ലാഹിക മുസ്തബിശ്ര, വളരെ സന്തോഷവാനായി ഉല്ലാസവാനായി കുട്ടി വന്നു. അപ്പോൾ കൂട്ടുകാരായ മറ്റു സഹകാരികൾ കുട്ടികൾ ചോദിച്ചു, നീ ആദ്യം കരയായിരുന്നല്ലോ, ഇപ്പൊ എന്താ നിന്നെ ഞങ്ങൾ വളരെ സന്തോഷവാനായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ കുട്ടി സാഹചര്യമൊക്കെ പറഞ്ഞു, ഞാൻ വലിയ വിശന്നിരുന്നു, എനിക്ക് നഗ്നം മറയ്ക്കാൻ പ്രയാസമായിരുന്നു, ഞാൻ അനാഥയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ അബി എന്റെ വാപ്പയായി, ഫാത്തിമത്ത് സഹ്റ അൻഹ എന്റെ സഹോദരിയായി, അങ്ങനെ തുടങ്ങി ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കാണാം. അപ്പോൾ പെരുന്നാൾ ദുഃഖം മറ്റുള്ളവരുടെ ഇറക്കി വെക്കാനും സന്തോഷം നിറച്ചു കൊടുക്കാനുള്ള സന്ദർഭം കൂടിയാണ്. ഒപ്പം ജഗന്യാന്താവായ അള്ളാഹുവിനുള്ള തഖ്വ മുൻനിർത്തി റമളാൻ നേടിത്തന്ന ചൈതന്യം, ആത്മീയ ഉന്നമനം അത് ചോർന്നു പോകാതെ വരും ദിനങ്ങൾ, വരും നാളുകൾ ഞങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ജീവിക്കും എന്ന ഒരു പ്രതിജ്ഞ കൂടി ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാം, പുതുക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.